ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അവലോദാണ് വറുക്കാൻ പോകുന്നത്. അവലോദ് വറുക്കുന്നുണ്ട്, അതിൽ നിന്ന് കുറച്ച് നമ്മൾ അവലോദ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും ചെയ്യുന്നുണ്ട്. രണ്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 3.5 കിലോ അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 തേങ്ങ നമ്മൾ ചിരവി എടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നല്ല മൂത്തത് തന്നെ എടുക്കുക, ഇത് വറുത്തെടുക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഇളയ തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മളിത് ഇളക്കേണ്ട വരും. അതുപോലെ തന്നെ നമ്മളെ ഈ പീരണ്ടല്ലേ, ഇത് വലിയ പീസായിട്ട് വന്ന് വീഴും. അപ്പം ഈ ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ ഇങ്ങനെ ചെറിയ പീസായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതോടെ മാറ്റി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല ജീരകവും കുറച്ച് എള്ളും കൂടി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഒഴിക്കേണ്ട. നമ്മൾ ആ തേങ്ങയുടെ വെള്ളം നമ്മൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഉണക്ക തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം പോരാണ്ട് വരികയാണെങ്കിൽ നമുക്കിത് ഇത്തിരി ലേശം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ അരിപ്പൊടി ഇതേ എടുത്തിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം നമ്മൾ മില്ലിൽ ഞാൻ കൊടുത്തു വിട്ട് പൊടിപ്പിച്ചതാണിത്. തരിയുണ്ട്, തരിയായിട്ടുള്ള പൊടി വേണം നമുക്കിതിനെടുക്കാനായിട്ട്. അധികം തരിയാവാനും പാടില്ല, പൊടിഞ്ഞു പോകാനും പാടില്ല. ഒരു ലെവലിൽ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മതി, അധികം ആവാൻ പാടില്ല. നമ്മൾ ജീരകവും എള്ളും കൂടെ കഴുകിയെടുത്തതാണ് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ കൂടുതൽ ചേർത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല വിലയല്ലേ, അപ്പോൾ നമുക്ക് കുറേയൊന്നും ചേർക്കാൻ പറ്റില്ല. ഞാനൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നാല് തേങ്ങ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ വശത്തേക്കും അതിൻ്റെ തേങ്ങാപ്പാലാവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടിക്ക് നനവുണ്ട്, പിന്നെ നമുക്ക് വെള്ളം കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളം ഞാൻ ഒഴിക്കാറില്ല, തേങ്ങയുടെ വെള്ളമാണ് ചേർക്കാറ്. ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് മിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് ലേശം തേങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കാം. തളിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ തളിച്ച് കൊടുത്താൽ കുറേ ഒഴിക്കണ്ട കേട്ടോ. ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കൈ കൊണ്ട്. നമ്മളിത് ഇങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട്. എൻ്റെ മക്കളെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന പ്രായമൊക്കെ ആകുമ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും. അവർക്ക് ഈ കടകളിലത്തെ ബിസ്ക്കറ്റോ അങ്ങനത്തെ ഒന്നും മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ മക്കൾക്കൊന്നും അത് ഇഷ്ടമല്ല, ബിസ്ക്കറ്റൊന്നും. ഇങ്ങനത്തെയൊക്കെ ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സുഖമായി. അപ്പോൾ നമ്മൾക്ക് ഇത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് വെച്ചേക്കാം കുറച്ച് നേരം. അപ്പോൾ നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ അവലോദ് പൊടി നന്നായിട്ട് ചൂട് പിടിച്ച് വന്നിട്ടുള്ളു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ കൂട്ടിയിട്ട് വയ്ക്കുന്നത് തന്നെ നല്ലത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഇട്ട് വെച്ചാൽ മതി നമ്മൾ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ചെവിട് കട്ടിയുള്ള പാത്രമൊക്കെ ആകുമ്പോൾ പെട്ടെന്നോട്ട് കരിഞ്ഞൊന്നും പോവില്ല. ഒരു വലിയ സ്റ്റൗ ഉണ്ട്, അത് കേടായിരിക്കുന്നത് കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്തിട്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായി കിട്ടിയേനെ. അപ്പം നമ്മൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ തീ ഒരു മീഡിയത്തിലിട്ട് വെച്ചാൽ മതി. കൂടുതലാവുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കൂട്ടിയിട്ടോളോ. ഇത് ചെറിയ സ്റ്റൗ അല്ലേ, ഞാനിപ്പോൾ ചെറിയ സ്റ്റൗവിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ വലിയ സ്റ്റൗ കേടായ കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് ഇളക്കിയാൽ മതി. ഇങ്ങനെ കട്ടിയുള്ള പാത്രമൊക്കെ ആകുമ്പോഴേ പെട്ടെന്നൊന്നും അടുക്കി പിടിക്കത്തില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി.
തുണി കൊണ്ട് ഇങ്ങനെ പിടിക്കുക, നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് റെഡിയായി വരണ്ട്. നമുക്ക് കുറച്ച് നേരം അവിടെ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലുണ്ടല്ലോ, 3.5 കിലോയുടെ ഉണ്ടല്ലോ, അതാ നമുക്ക് നേരം വൈകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും, നമുക്ക് അധികം പണിയൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്കൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇളക്കിയാൽ ശരിക്കും നമുക്ക് അവലോസ് പൊടി റെഡിയായി കിട്ടും. നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. കളർ നമ്മൾ നോക്കണ്ട കേട്ടോ. കളർ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഭയങ്കര ചുവപ്പായി കഴിഞ്ഞാൽ നമ്മുടെ അവലോസ് പൊടിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെന്തോന്നറിയാം. നമുക്ക് നോക്കാം. ഒരു കഷ്ണം എടുക്കാം കേട്ടോ. ഇതിൽ നിന്നൊരു കഷ്ണം എടുക്കാം. ഇത് വലിയ കഷ്ണം കേട്ടോ. ഇത് വലുത് അപൂർവമുള്ളൂ കേട്ടോ. നമ്മൾ ഈ ചെറിയ നാളികേരല്ലേ ചേർത്തേക്കുന്നത്. അടിച്ചു നോക്കാം കേട്ടോ. ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം ശരിക്ക് കൈ വന്നോളും. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തോട്ടോ, കൈ പൊള്ളാണ്ട്. എൻ്റെ ഇപ്പോൾ 2 സ്ഥലത്ത് പൊള്ളിയിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.